Hi friends, welcome back to Polytech's YouTube channel and welcome back to another new video. So ഇന്നത്തെ വീഡിയോ നമുക്ക് ഗെയിമേഴ്സിനും അതുപോലെ തന്നെ ഗെയിമിംഗ് PC ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ ഇന്ന് നമുക്കൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ഉള്ളത്. ROG Strix Z690A Wi-Fi ഗെയിമിംഗ് D4 മദർബോർഡ് ആണ് ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ളത്. സോ ഇതൊരു 12th ജനറേഷൻ മദർബോർഡ് ആണ്. ആൻഡ് ഇൻ 12th ജനറേഷൻ മദർബോർഡ്സിൽ രണ്ട് ടൈപ്പ് ഓഫ് മദർബോർഡ്സ് വരുന്നുണ്ട്. ഒന്ന് DDR4 സപ്പോർട്ട് ചെയ്യുന്ന മദർബോർഡ്സ് ആൻഡ് DDR5 സപ്പോർട്ട് ചെയ്യുന്ന മദർബോർഡ്സ്. സോ ഇത് ബേസിക്കലി ഒരു D4 സപ്പോർട്ട് ചെയ്യുന്ന മദർബോർഡ് ആണ്. അറ്റ് എ ടൈം DDR4ഉം DDR5ഉം ഈ മദർബോർഡ്സിൽ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഒന്നെങ്കിൽ DDR4 അല്ലെങ്കിൽ DDR5. നിങ്ങളിപ്പോൾ DDR4 സപ്പോർട്ട് ചെയ്യുന്ന മദർബോർഡ്സ് ആണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ DDR5 റാംസ് സപ്പോർട്ട് ചെയ്യുന്നതല്ല. സോ ഈ ഒരു മദർബോർഡിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നതാണ്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് നേരെ അൺബോക്സിംഗിലോട്ട് പോവാം. സോ നമ്മുടെ ROG Strix Z690A ഗെയിമിംഗ് വൈഫൈ D4 മദർബോർഡ് ഇവിടെ ഉണ്ട്. സോ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ കുറച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ROG Strix സീരീസിൽ വരുന്ന ഒരു മദർബോർഡാണ് ഇത്. ആൻഡ് Z690 ആണ് മദർബോർഡിൻ്റെ ചിപ്സെറ്റ് വരുന്നത്. ROG Strix Z690A എന്ന് പറയുമ്പോൾ വൈറ്റ് സീരീസിൽ വരുന്ന ഒരു മദർബോർഡാണ്. ആൻഡ് വൈഫൈ വരുന്നൊരു മദർബോർഡാണ്. ആൻഡ് DDR4 മദർബോർഡാണ്. സോ നമുക്ക് നേരെ അൺബോക്സിങ്ങിലോട്ട് പോവാം. നമുക്ക് ബോക്സിൽ എന്തൊക്കെ ആണ് വരുന്നത് എന്ന് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ ബോക്സിൽ ഒരു വൈഫൈ ആൻറ്റിന വരുന്നുണ്ട്. സോ നമുക്കറിയാം ഈ ഒരു മദർബോർഡിൽ ഇൻബിൽറ്റ് വൈഫൈ ഉള്ളതാണ്. സോ നമുക്ക് ഈ ഒരു ആൻറ്റിന കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വൈഫൈ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമുക്ക് ദെൻ മദർബോർഡ് സൈഡിലോട്ട് മാറ്റി വെക്കാം. ആൻഡ് ബോക്സിൽ വേറെ എന്തൊക്കെ ആക്സസറീസ് ആണ് വരുന്നത് എന്ന് നോക്കാം. ബോക്സിൽ കുറച്ച് പേപ്പർ വർക്ക്സ് വരുന്നുണ്ട്. ആൻഡ് Asus ROGയുടെ വെൽക്കം കാർഡ് വരുന്നുണ്ട്. ആൻഡ് ദെൻ Asusൻ്റെ തന്നെ ഈ മദർബോർഡിൻ്റെ യൂസർ മാനുവൽ ഗൈഡ് വരുന്നുണ്ട്. ഈ മദർബോർഡിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആൻഡ് കണക്ഷൻസ് ഈ ഒരു മാനുവൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ കുറച്ച് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ആൻഡ് മദർബോർഡിൻ്റെ ഡ്രൈവേഴ്സ് സപ്പോർട്ട് DVD വരുന്നുണ്ട്. ദെൻ Asus വാറൻറ്റി ഇൻഫർമേഷൻ വരുന്ന ഒരു കാർഡ് വരുന്നുണ്ട്. ആൻഡ് ROG കീ ചെയിൻ വരുന്നുണ്ട്. 4 SATA കേബിൾസ് വരുന്നുണ്ട്. M.2 SSD ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സ്ക്രൂസ് അതുപോലെ തന്നെ ക്യൂലാച്ച് സ്ക്രൂ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ കേബിൾ മാനേജ് ചെയ്യാനായിട്ട് കേബിൾ ടൈസും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. നമുക്ക് നേരെ മദർബോർഡിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. LG 1700 ആണ് 12th ജനറേഷൻ മദർബോർഡിൻ്റെ സോക്കറ്റ് വരുന്നത്. സോ ഓൾഡർ ജനറേഷൻ പ്രോസസ്സേഴ്സ് നമുക്ക് ഈ ഒരു മദർബോർഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് 10th ജനറേഷൻ അതുപോലെ തന്നെ 11th ജനറേഷൻ പോലെയുള്ള പ്രോസസ്സറുകൾ ഈ ഒരു മദർബോർഡിൽ കോമ്പാക്റ്റബിൾ അല്ല. നല്ല വെയിറ്റും അതുപോലെ തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റിയും വരുന്ന ഒരു മദർബോർഡാണ് ഇത്. മെമ്മറി സ്ലോട്ട്സ് നോക്കുകയാണെങ്കിൽ 4 DDR4 മെമ്മറി സ്ലോട്ട്സ് ആണ് വരുന്നത്. അപ് ടു 128 GB വരെയാണ് കപ്പാസിറ്റി വരുന്നത്. ആൻഡ് M.2 സ്ലോട്ട്സ് നോക്കുകയാണെങ്കിൽ 4 ഓൺബോർഡ് M.2 സ്ലോട്ട്സ് വിത്ത് ഹീറ്റ് സിങ്ക് ആണ് വരുന്നത്. M.2 സ്ലോട്ട് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഹീറ്റ് സിങ്കിൽ ഹൈ ക്വാളിറ്റി തെർമൽ പാഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രൂ ചെയ്യുന്നതിനായിട്ട് അറ്റാച്ച്ഡ് സ്ക്രൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ സ്ക്രൂ ചെയ്യുന്ന ടൈമിൽ ഇത് വീണ് പോകാൻ ചാൻസ് ഇല്ല. ആൻഡ് നമുക്ക് കാണാം ബാക്ക് പാനലിലും ഹൈ ക്വാളിറ്റി തെർമൽ പാഡ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് M.2 സ്ലോട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാം ഇവിടെയും ഒരു M.2 സ്ലോട്ട് വരുന്നുണ്ട്. പക്ഷേ ബാക്ക് പാനലിൽ തെർമൽ പാഡ്സ് വരുന്നില്ല. ഹീറ്റ് സിങ്കിൽ മാത്രമാണ് തെർമൽ പാഡ്സ് വരുന്നത്. ആൻഡ് ഫൈനൽ M.2 സ്ലോട്ടും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 2 M.2 സ്ലോട്ട്സ് ആണ് വരുന്നത് വിത്ത് ഹൈ ക്വാളിറ്റി തെർമൽ പാഡ്സ് ഓൺ ഹീറ്റ് സിങ്ക്സ്. M.2 സ്ലോട്ടിൽ പുതിയ ഒരു ഫീച്ചറും കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് കാണാം അവിടെ ക്യൂലാച്ച് സിസ്റ്റം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ M.2 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സ്ക്രൂ ചെയ്യണമായിരുന്നു. ബട്ട് പുതിയ വരുന്ന മദർബോർഡ്സിൽ നമുക്കൊരു ക്യൂലാച്ച് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്യൂലാച്ച് നമുക്ക് ജസ്റ്റ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ SSD അവിടെ ഇൻസ്റ്റാൾഡ് ആവുന്നതാണ്. സോ നമുക്ക് M.2 SSD വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റോറേജ് കണക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് 6 SATA പോർട്ട്സ് വരുന്നുണ്ട്. എക്സ്പാൻഷൻ സ്ലോട്ട്സിൽ ഒരു PCI Gen 5 എക്സ്പാൻഷൻ സ്ലോട്ട് വരുന്നുണ്ട്.
കണക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരു HDMI പോർട്ട് വരുന്നുണ്ട്, ഒരു ഡിസ്പ്ലേ പോർട്ട് വരുന്നുണ്ട്, ക്ലിയർ CMOS ബട്ടൺ വരുന്നുണ്ട്, ബയോസ് ഫ്ലാഷ് ബട്ടൺ വരുന്നുണ്ട്, 2 USB 2.0 പോർട്ട്സ് വരുന്നുണ്ട്, 4 USB 3.2 Gen 1 പോർട്ട് വരുന്നുണ്ട് ആൻഡ് എതർനെറ്റ് പോർട്ട്സ് വരുന്നുണ്ട്, 2 USB 3.2 Gen 2 പോർട്ട്സ് വരുന്നുണ്ട് ആൻഡ് ഇൻറ്റൽ വൈഫൈ 6ൻ്റെ പോർട്ട്സ് വരുന്നുണ്ട്. വൈഫൈ ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള പോർട്ട്സ് ആണ് ആൻഡ് ഒരു ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട് ആൻഡ് ഓഡിയോ ജാക്സ് വരുന്നുണ്ട്. ഇത്രയും ഔട്ട്പുട്ട് പോർട്ട്സ് ആണ് നമുക്ക് മദർ ബോർഡിൽ വരുന്നത്.